സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഓരോരുത്തരും സമ്മേളിച്ചിരിക്കുന്നത്. 6 വിദ്യാർത്ഥിനികൾ വിശുദ്ധ ഖുർആൻ പഠനം പൂർത്തിയാക്കുന്ന സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ്. 11 വിദ്യാർത്ഥികൾ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിച്ച് ആലിമത്തുകളാകുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദീനിയായ അറിവുകൾ കരസ്ഥമാക്കുക എന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളുടെയും ബാധ്യതയാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദീനിയായ കാര്യങ്ങൾ പഠിക്കൽ മുസ്ലിമായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെ മേലും നിർബന്ധമാണ്. പൊതുവെ ദീനിയായ ഇൽമിൻ്റെ വിഷയത്തിൽ അറിയപ്പെടുന്നത് പുരുഷന്മാരെയാണ്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് സഹാബാക്കള്, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അതിനുശേഷമുള്ള കാലമൊക്കെ പരിധി കഴിഞ്ഞാൽ ധാരാളം സ്ത്രീകൾ ദീനിയായ വിഷയത്തിൽ വലിയ അറിവും അവഗാഹവും നേടിയിരുന്നു. എന്നാൽ അവരുടെ പേരുകൾ പ്രസിദ്ധി ആർജിച്ചിട്ടില്ല. കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്, സ്ത്രീകൾ മറക്കപ്പെടേണ്ടുന്നവളാണ്. അവള് അമൂല്യമായ ഒരു നിധിയായതുകൊണ്ട് തന്നെ വൈഡൂര്യക്കല്ലും രക്തനാണയവും നാം മറച്ച് അതിനെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കപ്പെടേണ്ടുന്നവളാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 6000-ൽ പരം ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ പുരുഷന്മാരുടെ ധാരാളം പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ചിരിക്കുന്നത് ഒരു വനിത മാത്രമാണ്, മറിയം റളിയല്ലാഹു അൻഹ. മറ്റ് സ്ത്രീകളുടെ പേരൊന്നും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. സ്ത്രീകൾ മറക്കപ്പെടേണ്ടുന്നവളാണ്, അവരുടെ പേരുകളും മറക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളെ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയത്. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കാലം മുതൽ ഇന്നു വരെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനനം ചെയ്ത ധാരാളം വനിതകളെ കാണാൻ പറ്റും. ഹദീസ് മനനം ചെയ്ത് ഹദീസിന്റെ സേവനം ചെയ്ത ധാരാളം വനിതകളെ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും മനനം ചെയ്ത ഹാഫിളത്തായിരുന്നു. ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന വനിതയായിരുന്നു. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, മാ അസ്കല അലൈനാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഇല്ലാ സഅൽനാ അൻഹാ ആയിഷ ഫവജദ്നാ ഇൻദഹാ ഇൽമ. ഞങ്ങളുടെ സഹാബാക്കളുടെ ഇടയിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ അവസാന തീരുമാനത്തിനു വേണ്ടി സമീപിച്ചിരുന്നത് മഹദി ആയിഷയെയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ ആ പ്രശ്നവുമായി ഞങ്ങൾ ചെന്നെത്തുമ്പോൾ മഹദി ആയിഷയ്ക്ക് ആ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ടാകുമായിരുന്നു. അവര് സവിസ്തരം അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. മഹദി ആയിഷ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ നാം അവസാന വാക്കായി ഗണിക്കുമായിരുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിയോഗത്തിന് ശേഷം 47 വർഷത്തോളം ദീനിന്റെ സേവനം ചെയ്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. 200 ശിഷ്യഗണങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കിയ ധാരാളം വനിതകൾ ഉണ്ടായിരുന്നു. സഹാബാക്കളിൽ നിന്നുള്ള വനിതകൾ ഉണ്ടായിരുന്നു. ദുർറ റളിയല്ലാഹു അൻഹ പ്രതിസന്ധിയുടെ നടുത്തളത്തിലാണ് സഹാബിയായ വനിത ദുർറ റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്.
വീടിന്റെ സാഹചര്യം ഒരു നിലയിലും ഇസ്ലാമിന് അനുകൂലമായിരുന്നില്ല. പിതാവ് അബൂലഹബാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ബദ്ധവൈരി. ഉമ്മു ജമീലാണെങ്കിൽ മുഹമ്മദിനോടും ഇസ്ലാമിനോടും അരിശമുള്ള വനിത. അങ്ങേയറ്റം ഇസ്ലാമിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടവരാണ് മാതാപിതാക്കൾ. ഇവർ രണ്ടുപേരെയും ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ ലഹബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ. അവൻ നശിച്ചു. അവന്റെ സമ്പത്തും അവന്റെ സമ്പാദ്യങ്ങളും അവന് ഉപകരിച്ചില്ല. സയസ്ലാ നാറൻ ദാത ലഹബിൻ. ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കും. വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ്. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഉമ്മു ജമീൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകളും വിറകുകളും കൊണ്ടുവന്നിട്ട് വഴി തടസ്സം സൃഷ്ടിക്കുന്ന സ്ത്രീയായിരുന്നു, വനിതയായിരുന്നു. ഇങ്ങനെ മുഹമ്മദിനോടും ഇസ്ലാമിനോടും അങ്ങേയറ്റം ദേഷ്യമുള്ളവരായിരുന്നു മാതാപിതാക്കൾ. ഇനി സഹോദരന്മാരാണ് എങ്കിൽ ഉത്ബയും ഉതൈബയും. അള്ളാഹുവിന്റെ രണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ പ്രബോധനവുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇസ്ലാമിനോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ മാത്രം ഉത്ബയും ഉതൈബയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുത്രിമാരെ തലാഖ് ചെല്ലുകയുണ്ടായി. ഉതൈബയ്ക്കെതിരിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയാതെ തന്നെ ബദ്ദുആ ചെയ്തു. അല്ലാഹുമ്മ സല്ലിതുഹു കൽബൻ മിൻ കിലാബിന്നാർ. അല്ലാഹുവേ, ഈ ഉതൈബ കാരണമായി എന്റെ മകളെ വിവാഹബന്ധം വിച്ഛേദിച്ചു എങ്കിൽ നരകത്തിന്റെ സിംഹങ്ങളിൽപ്പെട്ട ഒരു സിംഹത്തിനെ അവന്റെ മേൽ നീ അടിച്ചേൽപ്പിക്കണമേ. ഉതൈബ വന്ന് അബൂലഹബിനോട് പറഞ്ഞു, മുഹമ്മദ് എനിക്കെതിരിൽ ബദ്ദുആ ചെയ്തിരിക്കുകയാണ്. അബൂലഹബ് പറഞ്ഞു, മുഹമ്മദ് ബദ്ദുആ ചെയ്തു എങ്കിൽ സൂക്ഷിക്കണം. കാരണം അദ്ദേഹം ആർക്കെതിരിൽ ബദ്ദുആ ചെയ്താലും ആ ബദ്ദുആ തീർച്ചയായും അയാൾക്കെതിരിൽ വന്ന് ഭവിക്കുന്നതാണ്. അങ്ങനെ അബൂലഹബും സംഘവും മക്കയിൽ നിന്ന് ശാമിലേക്ക് കച്ചവടത്തിനു വേണ്ടി പുറപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉതൈബയും ഉണ്ടായിരുന്നു. പാതിരാത്രിയായപ്പോൾ എവിടെയാണ് വിശ്രമിക്കേണ്ടത് എന്നറിയാതെ അവർ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ വലിയ ഒരു ക്രൈസ്തവ ചർച്ചാണ് അവർ കാണാനിടയായത്. അവിടെ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ ചർച്ചിന്റെ പാതിരി വന്നിട്ട് പറഞ്ഞു, ഇവിടെ പാതിരാത്രിയാകുമ്പോൾ ഹിംസ്ര ജന്തുക്കൾ വരും, നിങ്ങളെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും, നിങ്ങളുടെ ജീവൻ അപകടത്തിലായി തീരും. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വിശ്രമത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അബൂലഹബ് പറഞ്ഞു, എന്റെ മകനുണ്ട്. ആ മകനെതിരിൽ മുഹമ്മദ് ബദ്ദുആ ചെയ്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ മാത്രമാണ് ഞങ്ങൾ നിർഭയത്വം കാണുന്നത്. ഈ പാതിരാത്രി സമയത്ത് ഞങ്ങൾ എവിടെ പോകാനാണ്? എന്താണെങ്കിലും പാതിരാത്രി സമയത്ത് ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ അവര് കൊണ്ടുവന്ന കച്ചവട ചരക്കുകൾ അട്ടിയാക്കി വെച്ചു. അതിന്റെ മുകളിലേക്ക് ഉതൈബ എന്ന് പറയുന്ന അബൂലഹബിന്റെ മകനെ കിടത്തി. നാലു ഭാഗത്തും സാധനങ്ങളെ ആവരണം ചെയ്തുകൊണ്ട് ആ കച്ചവട സംഘം വിശ്രമിച്ചു. പാതിരാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊരു സിംഹം വന്നു. എല്ലാവരെയും മണത്തു നോക്കി സാധന സാമഗ്രികളുടെ മുകളിലേക്ക് ചാടിക്കയറി ആ സാധനങ്ങളുടെ മുകളിലുണ്ടായിരുന്ന ഉതൈബയെ പിച്ചി ചീന്തുകയുണ്ടായി. ഈ സഹോദരനാണ് വീട്ടിലുള്ളത്. എല്ലാ നിലയിലും പ്രതിസന്ധിയുടെ നടുത്തളത്തിലാണ് ദുർറാ റളിയല്ലാഹു അൻഹ. എന്നാൽ പിതാവ് അമുസ്ലിമായതിന്റെ പേരിൽ, മാതാവ് ഇസ്ലാമിന്റെ ബദ്ധവേദിയായതിന്റെ പേരിൽ, സഹോദരനായ ഉതൈബ ഇസ്ലാമിന്റെ ശത്രുവായതിന്റെ പേരിൽ
ദുർറാ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൽ നിന്ന് അല്പവും വ്യതിചലിക്കാൻ തയ്യാറായില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു, ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, മദീനയിലേക്ക് പോയപ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ പോയി അബൂലഹബിന്റെ പുത്രിയായ ദുർറാ റളിയല്ലാഹു അൻഹ ഇൽമു പഠിക്കുകയാണ്. ദീനിന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യം നേടിയ വനിതയായ ദുർറാ റളിയല്ലാഹു അൻഹ സഹാബാക്കളിൽ നിന്ന് സുന്ദരനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ദുർറാ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയുണ്ടായി. സഹാബാക്കളായ മഹാരഥന്മാരിൽ നിന്ന് അവരുടെ മഹതികളുടെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ ത്യാഗത്തിന്റെ തീച്ചൂളയുടെ ഇടയിൽ പരിശുദ്ധമായ ദീൻ കാത്തു സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മനനം ചെയ്യാനും ദീനിയായ അറിവുകൾ നേടാനും അവർ സന്നദ്ധരായി. ഇങ്ങനെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹാബാക്കളിൽ നിന്നുള്ള വനിതകളായ ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ താബിഈകളിൽ നിന്നുള്ള ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. 200 ശിഷ്യഗണങ്ങളിൽ ഏറ്റവും നല്ല അവഗാഹം നേടിയത് ഹഫ്സ ബിൻത് സീരീൻ എന്ന് പറയുന്ന മഹദിയായിരുന്നു. സ്വപ്നവ്യാഖ്യാനത്തെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ള മുഹമ്മദ് ബിൻ സീരീനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഹഫ്സ ബിൻത് സീരീൻ. മഹദി ആയിഷയുടെ അടുക്കൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും മനനം ചെയ്തത്. 12ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും മനനം ചെയ്തു. 30 വർഷം വരെയും അവരുടെ പതിവായിരുന്നു രാത്രി 15 ജുസുവിൽ കുറയാതെ എല്ലാ രാത്രിയിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ആ മഹദിക്കൊരു മകനുണ്ടായിരുന്നു, ഹുദൈൽ എന്നായിരുന്നു ആ മകന്റെ പേര്. ആ മകൻ തണുപ്പ് സമയമാകുമ്പോൾ ഉമ്മാക്കി ഒന്നുവെടുക്കുന്നതിന് വേണ്ടി വെള്ളം ചൂടാക്കി കൊടുക്കും. ഒരു ദിവസം ആ മകനും മരണപ്പെട്ടു പോയി. ഹഫ്സ ബിൻത് സീരീൻ ചിന്തിക്കാൻ തുടങ്ങി, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, വർഷങ്ങളായി ഞാൻ വിധവയായി ജീവിക്കുകയാണ്, എനിക്കുണ്ടായിരുന്ന ആകെ അഭയവും അത്താണിയുമായ ഹുദൈലും മരണപ്പെട്ടു പോയിരിക്കുമെന്നല്ലോ. താങ്ങാൻ പറ്റുന്ന ദുഃഖമായിരുന്നില്ല അത്. രാത്രിയായപ്പോ അവർ ഒന്നുവെടുത്തു, നമസ്കാരത്തിന് വേണ്ടി നിന്നു. സൂറത്തിൽ ഫാത്തിഹ ഓതി, സൂറത്തുൻ നഹ്ൽ ഓതി. സൂറത്തുൻ നഹ്ൽ ഓതി 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 വലാ തസ്തറൂ ബിആയാതില്ലാഹി സമനൻ ഖലീലൻ മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ് വലനജ്സിയന്ന الذين صبروا أجرهم بأحسن ما كانوا يعملون. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ ആയത്തുകളെ ദുനിയാവിന്റെ നൈമിഷികമായ ലോകത്തിന്റെ അല്പമായ വിലയ്ക്ക് വേണ്ടി വിൽക്കരുത്. നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ തീർന്നു പോകും. നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ അയച്ചു കൊടുത്തത് എന്നെന്നും നിങ്ങൾക്ക് അവശേഷിക്കും. വലനജ്സിയന്നല്ലദീന സബറു അജ്റഹും, തീർച്ചയായും ക്ഷമിക്കുന്നവർക്ക് നാം അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകും, അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് പകരം. ഈ ആയത്തെത്തിയപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വേവലാതി മാറി, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അങ്കലാപ്പ് മാറി, ഹൃദയം വീണ്ടും സമാധാനത്തിലായി. ഇബാദത്തിൽ നിരതമായി കഴിഞ്ഞുകൂടിയിരുന്നു ഹഫ്സ ബിൻത് സീരീൻ. ധാരാളം സ്ത്രീകൾ അവരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു ഹഫ്സ ബിൻത് സീരീന്റെ അടുക്കൽ നിന്ന്. എങ്ങനെ സഹാബാക്കളിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, തബഇ താബിഈങ്ങളിൽ നിന്ന് ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മനനം ചെയ്തവർ, ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും ദീൻ പഠിച്ചത് വളരെ ത്യാഗത്തോടു കൂടി തന്നെയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് 5 വർഷം ദീനിയായ അറിവ് നേടി ഇൽമു പൂർത്തിയാക്കുന്ന ആൾക്കാര് അവര് വലിയ ത്യാഗത്തോടു കൂടിയാണ് മദ്രസയിൽ വന്ന് പഠിക്കുന്നത്. കാരണം വീടിന്റെ അന്തരീക്ഷവും സാഹചര്യവും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കാൻ വേണ്ടി, ദീനിന്റെ നിയമങ്ങളും ഫിഖ്ഹും പഠിക്കാൻ വേണ്ടിയാണ്
അവർ ഇത്രയും വലിയ ത്യാഗം ചെയ്തിരിക്കുന്നത്. ഈ ത്യാഗം ശരിയായ നിലയിലാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നേട്ടവും അതിന്റെ പ്രയോജനവും തീർച്ചയായും നൽകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്യാഗം ചെയ്യുന്നവരുടെ ചരിത്ര സംഭവങ്ങൾ പറയുന്നുണ്ട്. അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്ന ദുൽഹജ്ജിന്റെ 10 ദിനരാത്രങ്ങൾ. ഓരോരുത്തരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുന്ന ദിനരാത്രങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്നു വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേകത അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും സഹിക്കാനും സന്നദ്ധനായി എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിൽ മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ അവലംബിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇബ്തലാ ഇബ്രാഹിം റബ്ബുഹു, ഇബ്രാഹിമിന്റെ രക്ഷിതാവ് പരീക്ഷിച്ചപ്പോൾ, പരീക്ഷണം എന്നുള്ളത് മനുഷ്യന് വന്നു ചേരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെടുമെങ്കിൽ അയാൾക്ക് പ്രതിസന്ധി നൽകും, ബുദ്ധിമുട്ടുകൾ നൽകും, രോഗം നൽകും, അയാൾക്ക് അനിഷ്ടകരമായ ധാരാളം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ ആവലാതിപ്പെട്ടുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് ദീനിൽ നിന്ന് വ്യതിചലിക്കുകയല്ല വേണ്ടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറെ കലിമത്തുകൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ പരീക്ഷണത്തിലും വിജയിക്കുകയുണ്ടായി. ഈ വിജയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയ ഒരു അംഗീകാരമാണ് നേതൃത്വം എന്നുള്ളത്. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ജനങ്ങളുടെ നേതാവാക്കി. എല്ലാ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും വിവരിക്കാൻ കഴിയില്ല. അത്രയും അവർണ്ണനീയമായ പരീക്ഷണങ്ങളുടെ ചൂടയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുപോയത്. ബാബിലോണിൽ നിന്ന് ശാമിലേക്ക് വന്നു. ഇറാഖിന്റെ പട്ടണമായിരുന്നു ബാബിലോൺ. അവിടെ നിന്ന് ശാമിലേക്ക് വന്നു. ഈ ശാമിൽ നിന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കാ മണലാരണ്യത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ്. അന്നും ഇന്നും ശാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യശ്യാമളമായ സൗന്ദര്യത്തിന്റെ ഭൂപ്രകൃതിയുള്ള രാജ്യമായിരുന്നു. ധാരാളം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ധാന്യങ്ങളുടെയും വിളനിലമായ ശാം. ഈ ശാമിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒരു ത്യാഗമായിരുന്നില്ല അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ മക്കളെയല്ല എന്റെ തലമുറകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊരു മദ്രസയിൽ നമ്മുടെ മകള്, പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രക്ഷകർത്താക്കളുടെയും ഹൃദയത്തിന്റെ സ്നേഹവും ആനന്ദവും കുളിർമയും നൽകുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്.
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ അനുഗ്രഹമായി വിളിച്ചപ്പോൾ ആദ്യം പെൺകുട്ടികളെയാ പറഞ്ഞത്. ആ പെൺകുട്ടികളെ സ്വന്തം വീട്ടിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി, വിശുദ്ധ ഖുർആനിന് വേണ്ടി, ഹദീസിന് വേണ്ടി ഒരു മദ്രസയിലേക്ക് കൊണ്ടുവന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് വലിയ ഒരു ത്യാഗം തന്നെയാണ്. എന്നാൽ അത് 5 വർഷത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ 7 വർഷത്തേക്ക് വേണ്ടിയായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഗ്രഹ സമ്പൂർണമായ ശാമിൽ നിന്ന് മക്ക മണലാരണ്യത്തിൽ ഭാര്യയെയും മകനെയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് 7 വർഷത്തേക്ക് വേണ്ടിയല്ല, 7 നൂറ്റാണ്ടിന് വേണ്ടിയല്ല. എന്റെ മകൻ എന്നല്ല പറഞ്ഞത്, എന്റെ മകനും എന്റെ മകന്റെ മകനും എന്റെ പേരക്കുട്ടികളും ഒതുദ്ദീയത്തി എന്നാ പറഞ്ഞത്. എന്റെ തലമുറകളെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. എവിടെയാ? ദിവാദിൻ, മലഞ്ചെരുവിന്റെ ഓരത്ത്, കൃഷിയില്ലാത്ത ഭൂമി. ഇവിടെ പച്ചക്കറികളില്ല, ധാന്യങ്ങൾ വിളയില്ല, പഴവർഗ്ഗങ്ങളും ലഭ്യമല്ല. പക്ഷേ ഈ ഭൂമിക്കൊരു സവിശേഷതയുണ്ട്. അനുഗ്രഹ സമ്പൂർണമായ വിശുദ്ധ കഅബ ശരീഫ് നിലയുറപ്പിച്ചിരിക്കുന്ന ഭൂമിയാണ്. എന്തിനാണ് ഇത്രയും വലിയ സാഹസം? റബ്ബന ലിയുഖീമുസ്സലാത്ത, അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്ന ഒരു തലമുറ രൂപാന്തരപ്പെട്ടു വരണം. അല്ലേ? നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ നിസ്കാരക്കാരാകണം, തലമുറ ദീനിയാകണം. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി നേടാൻ വേണ്ടി വർഷങ്ങളോളം ഒരു നിലയിലും സേഫ്റ്റി ഇല്ലാത്ത ഹോസ്റ്റലുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും കൊണ്ടുവന്നാക്കാൻ തയ്യാറാണ്, സന്നദ്ധരാണ്. എന്നാൽ മക്കൾ നിസ്കാരക്കാരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പർദ്ദ ധരിക്കുന്നവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഭൗതികമായ അതിപ്രസരത്തിൽ എങ്ങനെയാണ് അവർക്ക് ദീനുണ്ടാകുന്നത്? ആധുനിക യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജാഹിലിയത്ത് ലോകത്ത് അതിനെ അലങ്കാരങ്ങൾ നൽകി, ഡിസൈൻ നൽകി സപ്ലൈ ചെയ്യുന്ന ഒരു കാലമാണ്. ഇന്ന് മോഡൽ എന്നൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നഗ്നയായിരിക്കണം, അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കണം. അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് മോഡൽ എന്ന് പറയുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗന്ദര്യ പ്രദർശനത്തെ കുറിച്ച് പറഞ്ഞത് മോഡൽ എന്നല്ല, പഴഞ്ചൻ സംസ്കാരം എന്നാ പറഞ്ഞത്. അതായത് അർത്ഥനഗ്നകളായിക്കൊണ്ട്, പൂർണ്ണ നഗ്നകളായിക്കൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ എന്തോ സംഭവമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക ലോകത്ത് വിരാജിക്കുന്ന ആധുനിക യുഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. പഴഞ്ചൻ സംസ്കാരമാണ്. വിവരമില്ലാത്ത കാലത്ത് ജനങ്ങളുടെ ഇടയിൽ നടപ്പായിരുന്ന രീതിയാണ് സൗന്ദര്യ പ്രദർശനം എന്നുള്ളത്. ഒരിക്കലും സ്ത്രീകളെ നിങ്ങൾ സൗന്ദര്യ പ്രദർശനവുമായി പുറത്തിറങ്ങി സഞ്ചരിക്കരുത് എന്ന ഖുർആന്റെ നിർദ്ദേശം. യഥാർത്ഥത്തിൽ ആധുനികതയിൽ എന്തെല്ലാം കാര്യങ്ങൾ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടോ അത് മോഡലി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും, നാഗരികത എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും, സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും പലതും ജാഹിലിയ കാലഘട്ടത്ത് പണ്ട് കാലത്ത് നടന്നിരുന്ന പഴഞ്ചൻ ചീഞ്ഞു നാറിയ സംസ്കാരമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പൗരസ്ത്യ രാജ്യങ്ങളിലുള്ള മുസ്ലിം കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചിലർ സായുജ്യമടയുകയാണ്, എൻ്റെ മകൾ നിസ്കരിക്കുന്നുണ്ട്, വസ്ത്രധാരണം എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു ചിലർ ധരിക്കുന്നുണ്ട്, അവളെ ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവളെ നിസ്കരിച്ചാലും കുഴപ്പമില്ല, നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല. എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവസാനിച്ചു പോകുന്ന ഭൗതിക ലോകത്ത് എങ്ങനെ കൂടുതൽ വരുമാനമുള്ള ജോലി നേടിയെടുക്കാൻ പറ്റും, അതിലൂടെ സമൂഹത്തിന്റെ ഇടയിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ആയി ജീവിക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ഫിഖ്ഹ് പഠിക്കാൻ, ദീൻ പഠിക്കാൻ ഇങ്ങനെയുള്ള മദ്രസകളിലേക്ക് മക്കളെ കൊണ്ടുവന്നാക്കൽ യഥാർത്ഥത്തിൽ വലിയ ത്യാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി സന്നദ്ധനായി. എന്തുകൊണ്ടാണ്? അല്ലാഹുവേ, എനിക്ക് ആഗ്രഹം നമസ്കാരം നിലനിർത്തുന്ന ഒരു തലമുറ ഉണ്ടാകണം, ദീനിയായ തലമുറ ഉണ്ടാകണം എന്നാണ്. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ ദീനിയാകണം,
തലമുറകൾ ദീനിയാകണം. അതിനുവേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ത്യാഗത്തിന്റെ ഒരു അംശമെങ്കിലും നാം ഓരോരുത്തരും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ്. وجعل أفئدة من الناس تهوي إليهم. അല്ലാഹുവേ, ജനങ്ങളുടെ ഹൃദയത്തിന്റെ ആശാ കേന്ദ്രമായി ഈ പ്രദേശത്തെ നീ നിശ്ചയിക്കണമേ. വർസുഖുഹും മിനസ്സമറാത്തി. അല്ലാഹുവേ, ഇവിടെയുള്ളവർക്ക് കഴിക്കാൻ നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നൽകണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആയെ അല്ലാഹു സ്വീകരിച്ചു. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമസ്കാരം നിലനിർത്തുന്ന സമൂഹം ഉണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൽ നിന്നാണ് ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, മദീനയുടെ കിരീടം മുത്തളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂജാതരാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗം ചെയ്തു. അള്ളാഹു വലിയ അംഗീകാരം നൽകിയെന്നു മാത്രമല്ല, സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തുകൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വലിയ ത്യാഗം ചെയ്തിരിക്കുകയാണ്. രക്ഷകർത്താക്കളും പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിനികളും അള്ളാഹുവിനോട് നന്നായി ദുആയിരക്കേണ്ടുന്ന സമയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ وارزق أهله من الثمرات من آمن منهم بالله قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار. അല്ലാഹു ഈ പ്രദേശത്തിനെ നീ നിർഭയതയുടെ കേന്ദ്രമാക്കണം. മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ താമസമില്ലാത്ത പ്രദേശം. എങ്ങനെയാണത് നിർഭയതയുടെ സങ്കേതമായി തീരുന്നത്? ആൾ പ്രദേശമില്ലാത്ത ശൂന്യമായ വനാന്തരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആശങ്കയിലും ഭീതിയിലുമായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് എല്ലാ നിലയിലും ശൂന്യതയിൽ ആശങ്കയും ഭയപ്പാടും ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രദേശത്തിനെ നീ നിർഭയതയുടെ കേന്ദ്രമാക്കണമെന്ന് ദുആയിരക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഹറമിന്റെ പ്രത്യേകതയാണത് നിർഭയതയുടെ കേന്ദ്രമായിരുന്നു. അത് ജനനിബിഡമായി, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായി. അറേബ്യൻ രാജ്യങ്ങളിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്ന സന്ദർഭത്തിൽ രക്തക്കൊതിയന്മാരായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യുകയും വർഷങ്ങളോളം രക്തച്ചൊരിച്ചിലുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹം ഹറമിന്റെ ബോർഡറിൽ കടന്നു കഴിഞ്ഞാൽ തന്റെ ഘാതകനെ കാണുമ്പോ, തന്റെ മകനെ കൊന്നയാളെ കാണുമ്പോ അയാൾക്ക് പ്രതികാരം ചെയ്യാൻ എല്ലാ അവസരമുണ്ട് എങ്കിലും അയാൾ അതിന് തയ്യാറാകുമായിരുന്നില്ല. അത്രയും ഉയർന്ന നിർഭയത്വം അല്ലാഹു ആ പ്രദേശത്തിന് നൽകി. أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم. അല്ലാഹു ഹറമിനെ നിർഭയതയുടെ കേന്ദ്രമാക്കിയില്ലയോ? ഹറമിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും താമസിക്കപ്പെടുന്നവര് അവരെ റാഞ്ചിയെടുക്കപ്പെടുമായിരുന്നു. ഏത് നിലയിലും ജീവന ഭീതിയുണ്ടാകുന്ന, ജീവനിൽ പേടിയുണ്ടാകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഹറമിൽ അങ്ങനെ ഒരു ആശങ്കയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിന് ശേഷം ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചു. അതുപോലെ തന്നെ അല്ലാഹു ഇവർക്ക് കഴിക്കാൻ നല്ല ഫലങ്ങൾ നൽകണമേ. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിന് ശേഷം ചെയ്ത ദുആയെ സ്വീകരിച്ചു. എങ്ങനെയാ? എല്ലാ പ്രദേശത്തിലുള്ള പഴവർഗ്ഗങ്ങളെയും അല്ലാഹു അവിടേക്ക് അടുപ്പിച്ചു. ഇന്ന് മക്കയിൽ പോയി കഴിഞ്ഞാൽ ലോകത്ത് എവിടെ കിട്ടുന്ന ധാന്യങ്ങളും, എവിടെ കിട്ടുന്ന പച്ചക്കറികളും, എവിടെ കിട്ടുന്ന പഴവർഗ്ഗങ്ങളും സുലഭമായി ലഭ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിന് ശേഷം ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചു. മൂന്നാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ
അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും വലിയ ത്യാഗം ചെയ്തിട്ടാണ് വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണ പ്രക്രിയ നടത്തുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി ശാമിലേക്ക് പോയി അവിടെ നിന്ന് പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ഇറാഖിന്റെ പട്ടണത്തിലുള്ള പർവ്വതങ്ങളിലെ പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. തുർക്കിയിൽ പോയി ജൂദി പർവ്വതത്തിന്റെ പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ലബനാനിൽ പോയി അവിടുത്തെ പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ഹിറാ ഗുഹയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പർവ്വതത്തിലെ പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. അന്ന് ഇന്നത്തെ പോലെ യാത്രയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങളില്ല. നടന്നുകൊണ്ടാണ് ഇത്രയും വിദൂരത്തേക്ക് യാത്ര ചെയ്ത് പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സഹായത്തോടെ വിശുദ്ധ കഅബ പുനർനിർമ്മിച്ച് പൂർത്തിയാക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ത്യാഗത്തെ കുറിച്ച് അവകാശപ്പെടുകയല്ല, നേരെ മറിച്ച് പടച്ചവനെ ഈ ത്യാഗത്തിനെ നീ സ്വീകരിക്കണമേ എന്ന് ദുആയിരക്കുകയാണ്. ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും വിശുദ്ധ കഅബയെ അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് ഉയർത്തി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. എത്ര വലിയ ദുആയാണ്. അതുകൊണ്ട് മദ്രസയിൽ 5 വർഷം പഠനം പൂർത്തിയാക്കി ദീനിയായ അനുഗ്രഹങ്ങൾ നേടിയെടുത്തു. ഹിഫ്ദിന്റെ പഠനം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ഈ വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും രക്ഷകർത്താക്കളും അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്ന് ദുആയിരക്കേണ്ടുന്ന സന്ദർഭം. ദീനിയായ നന്മകൾ കിട്ടുമ്പോഴും അത് പടച്ചവൻ സ്വീകരിക്കാൻ വേണ്ടി ദുആയിരക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4ാമത് ചെയ്ത ദുആ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആയിരക്കുകയാണ്, വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ എന്നെ നീ മുസ്ലിമാക്കണമേ, വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക, അല്ലാഹുവേ മുസ്ലിമീങ്ങളായ നിന്നെ അനുസരിക്കുന്ന ഒരു തലമുറ നൽകണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര സ്ഥലത്തായി ഇങ്ങനെ ദുർരിയത്ത് ദുആയ, സന്താനമല്ല തലമുറയിൽ നിന്നാ ദുആയിരക്ക്. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞു. പക്ഷേ അയാളുടെ ആധാറുകൾ, അയാളുടെ അടയാളങ്ങൾ അയാളുടെ സന്താനങ്ങളിലൂടെയും തലമുറയിലൂടെയുമാണ് നിലനിൽക്കേണ്ടുന്നത്. ദീനിയായ സേവനങ്ങൾ ചെയ്യുന്നവരുണ്ടായി കഴിഞ്ഞാൽ ആ ദീനിയായ നന്മകളിലൂടെ അദ്ദേഹം അറിയപ്പെടും. ഇനി ആഭാസത്തരങ്ങളും തിന്മകളും പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അയാളുടെ മകനായിരുന്നു, അയാളുടെ തലമുറയായിരുന്നു, അയാൾ വലിയ സാലിഹായിരുന്നു, പക്ഷേ മക്കൾ ഇങ്ങനെ പിഴച്ചുപോയി എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ പ്രത്യാഘാതമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിരക്കുകയാണ്, ഉമ്മതൻ മുസ്ലിമതൻ, അല്ലാഹുവേ എന്നെ അനുസരിക്കുന്ന തലമുറയെ നീ നൽകണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയ തലമുറ എല്ലാ നിലയിലും അനുസരണയുള്ള തലമുറയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിൽ അലൈഹിസ്സലാമിൽ നിന്നാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാം, ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. അതുകൂടാതെ 11 മക്കള്, മൊത്തത്തിൽ 12 മക്കൾ. ഇവർ വലിയ കുടുംബക്കാരായി, ഗോത്രക്കാരായി. ഇവരെയാണ് സമൂഹത്തിൽ ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ഇവരിലേക്കാണ് മൂസാ പ്രവാചകൻ വരുന്നത്, ഈസാ പ്രവാചകൻ വരുന്നത്, ദാവൂദ് പ്രവാചകൻ വരുന്നത്. യഥാർത്ഥത്തിൽ 4 കിതാബുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തലമുറകളിലേക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സബൂറും ഇൻജീലും തൗറാത്തും വിശുദ്ധ ഖുർആനും. എത്ര വലിയ അനുഗ്രഹമാണ്. വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക, അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്ന
തലമുറകളെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനുശേഷം ദുആയിരക്കണം, അല്ലാഹുവേ എൻ്റെ ആൺമക്കളിലൂടെയും പെൺമക്കളിലൂടെയുമുള്ള എല്ലാ തലമുറയും എൻ്റെ എല്ലാ മക്കളെയും നീ സാലിഹീങ്ങളാക്കണം, സാലിഹാത്തുകളാക്കണം, മുത്തഖീങ്ങളാക്കണം, മുത്തഖിയാത്തുകളാക്കണം. അല്ലാഹുവേ ഹജ്ജിന്റെ അമലുകൾ എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. അല്ലാഹുവേ എൻ്റെ ദുആയെ, എൻ്റെ പശ്ചാത്താപത്തെ നീ സ്വീകരിക്കണമേ. ത്യാഗത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാ? ത്യാഗത്തിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആയിരുന്നാൽ പടച്ചവൻ സ്വീകരിക്കും. അവസാനം ചെയ്തൊരു വല്ലാത്ത ദുആയുണ്ട്. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ربنا وابعث فيهم അല്ലാഹുവേ ഇവരിലേക്ക് നീ നിയോഗിച്ചേക്കണമേ. റസൂലൻ മിൻഹും ഇവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിരക്കുകയാണ്, അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേവലം മകൻ അല്ലെങ്കിൽ മകന്റെ മകൻ, എങ്ങനെയല്ല, തലമുറകൾ ഖിയാമം നാൾ വരെ വരുന്ന തലമുറ നന്നാകണം. എങ്ങനെയുള്ള പ്രവാചകൻ? ആ പ്രവാചകൻ ഇവർക്ക് കിതാബ് പാരായണം ചെയ്തു കൊടുക്കണം, കിതാബിന്റെ അധ്യാപനങ്ങൾ ഇവരെ പഠിപ്പിക്കണം, നബി വചനങ്ങൾ പഠിപ്പിക്കണം, ഇവരെ സംസ്കരിക്കണം. അങ്ങനെ ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കണം. അള്ളാഹു അതിനെ സ്വീകരിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്തു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഞാൻ ആരാണെന്ന് അറിയോ? അന ദഅവതു അബീകും ഇബ്രാഹിം, ഞാൻ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയുടെ പരിണിത ഫലമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയാകുന്ന ആമിന ബീവി ഗർഭിണിയായിരിക്കുമ്പോൾ കണ്ട സ്വപ്നമാണ് ഞാനത്. വീട്ടിൽ നിന്നൊരു പ്രകാശകിരണം പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് ബുസ്റ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ശാമിന്റെ പ്രവിശ്യയാകുന്ന ബുസ്റയുടെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ഉമ്മ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണ്. ത്യാഗത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആയെ അല്ലാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ദീനിയായ ഇൽമു പഠിച്ചു, വിശുദ്ധ ഖുർആൻ പഠിച്ചു, ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പൂവണിയാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായപ്പോ ഇനി ഒരിക്കലും നമ്മൾ സ്വതന്ത്രരായി എന്ന് ആഗ്രഹിക്കരുത്. നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും ഇത് കബൂലാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കണം. ത്യാഗത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ നേട്ടങ്ങൾ നൽകും. സഹാബാക്കളിൽ ധാരാളം വനിതകളെ നമുക്കറിയാം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവര് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന വനിതകളിൽപ്പെട്ടവരാണ്. അവരുടെ ഭർത്താവ് മാലിക് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. ആ ഭർത്താവിൽ നിന്നൊരു കുട്ടി ജനിച്ചു, അനസ് എന്നായിരുന്നു പേര്. മകനെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാലിക് എന്ന പിതാവ് കേട്ടപ്പോ ഉമ്മയെ ശാസിക്കാൻ തുടങ്ങി, ഭാര്യയെ ശാസിക്കാൻ തുടങ്ങി. ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ മകൻ തീർച്ചയായും അത് അംഗീകരിച്ചിരിക്കുകയാണ്. മാലിക് മരണപ്പെട്ടു പോയി. ഇതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ പലരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. കാരണം എന്റെ ദീൻ സൂക്ഷിക്കാൻ അനിവാര്യമായ ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അബൂ തൽഹയോട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിമാകാൻ തയ്യാറാണോ? അന്ന് അബൂ തൽഹ മുസ്ലിമായിട്ടില്ല. അബൂ തൽഹ പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ മുസ്ലിമാകാൻ തയ്യാറാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മാത്രം മഹറായി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാകാൻ തയ്യാറാണ്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അവർ ഗർഭിണിയായി. അവരിൽ നിന്നൊരു കുട്ടി ജനിച്ചു.
ഇതിന്റെ ഇടയിൽ ഈ കുട്ടി അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാർക്കറ്റിലേക്ക് പോയപ്പോൾ രോഗിയായിട്ട് പോയി. മടങ്ങി വന്നപ്പോൾ മരണപ്പെട്ടിരുന്നു. ഭർത്താവിനെ അറിയിക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പുതപ്പിട്ട് മൂടി. ഭർത്താവ് വന്നു, മകൻ എവിടെയെന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല അവസ്ഥയിലാണ്. രാത്രി ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവായ അബൂ തൽഹയോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരാൾ ഒരു കാര്യം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. മടക്കി ചോദിച്ചു കഴിഞ്ഞാൽ മടക്കി കൊടുക്കണോ വേണ്ടേ? അബൂ തൽഹ പറഞ്ഞു, തീർച്ചയായും മടക്കി കൊടുക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് അമാനത്തായി സൂക്ഷിപ്പു സ്വത്തായി ഏൽപ്പിച്ച മകനെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുകയാണ്. അബൂ തൽഹ ചോദിച്ചു, നേരത്തെ പറയാത്തതുണ്ട്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേജാറിലായി പോകും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പോയി അബൂ തൽഹ ഈ വിവരം അറിയിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആയിരുന്നു, ഇന്നലെ രാത്രി അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. ആ രാത്രിയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം പ്രദാനം ചെയ്തു. അന്ന് രാത്രിയുടെ അവരുടെ സമീപനത്തിലൂടെ ഒരു കുട്ടി ജനിച്ചു. അബ്ദുള്ള എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഹാഫിദുൽ ഖുർആൻ ആയിരുന്നു, വലിയ ആലിമായിരുന്നു. ഈ ഉമ്മു സുലൈമിന്റെ മകനാകുന്ന അബ്ദുള്ളക്ക് 7 ആൺമക്കൾ ജനിച്ചു. ഈ 7 ആൺമക്കളും ഹാഫിദീങ്ങളും ആലിമീങ്ങളുമായി. ത്യാഗത്തിന്റെ സന്ദർഭത്തിൽ വേവലാതിയും ആവലാതിയും കാണിച്ചുകൊണ്ട് ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആധുനിക സമൂഹം. ഇതെല്ലാവർക്കും അജിലത്താണ്. ആഗ്രഹിക്കുന്ന കാര്യം പൊടുന്നനെ വേണം. ഇത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അജിലത്തു മിന ശൈത്താൻ. ധൃതി എന്നുള്ളത് ശൈത്താനിൽപ്പെട്ടതാണ്. ഇന്ന് മനുഷ്യന്റെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന ഒരു മാറാ രോഗമാണ് അജിലത്ത്. ആഗ്രഹിക്കുന്ന കാര്യം പൊടുന്നനെ കിട്ടും. ഇല്ലെങ്കിൽ എന്ത് പേക്കൂത്തും ആഭാസത്തരങ്ങളും കാണിക്കാൻ തയ്യാറാണ്. അത് ഉമ്മയ്ക്കെതിരാണെങ്കിലും ഉപ്പയ്ക്കെതിരാണെങ്കിലും സഹോദരി സഹോദരന്മാർക്കെതിരാണെങ്കിലും ഭർത്താവിനെതിരെയാണെങ്കിലും ഭാര്യക്കെതിരെയാണെങ്കിലും എന്തും പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ ക്ഷമ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും ഉയർന്ന ഗുണമായിരുന്നു. സഹനതയിലൂടെയാണ് നമുക്ക് അത്യുന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുന്നത് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധമായ ദീൻ പഠിച്ചവർ, വിശുദ്ധ ഖുർആൻ മനനം ചെയ്തവർ ത്യാഗത്തോടുകൂടി പ്രതിസന്ധിയുടെ നടുത്തളത്തിലും അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. അബൂജഹലിന്റെ അടിമ സ്ത്രീ സന്നീറ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമുമായി കടന്നു ചെന്നപ്പോ ആ മഹദി അപ്പോൾ തന്നെ മുസ്ലിമാകാൻ തയ്യാറായി. ആരും അറിയാതെ ഇസ്ലാമിനെ രഹസ്യമാക്കി വെച്ചു. എന്നാൽ അവരുടെ ഇസ്ലാമിനെ കുറിച്ച് അബൂജഹലും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും അറിയാനിടയായി. അടിമ സ്ത്രീയാണ്. അബൂജഹൽ മർദ്ദിച്ചു. ഖുറൈശി പ്രമാണികൾ മാറി മാറി മർദ്ദിച്ചു. എന്നിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ അബൂജഹല് ശക്തിയായി കല്ല് കൈവലിച്ചവരുടെ ചെകിട്ടത്തടിച്ചപ്പോ അവരുടെ കണ്ണിൽ അത് ശക്തിയായി കൊണ്ടതിന്റെ പേരിൽ കണ്ണ് പൊട്ടിപ്പോയി. ഈ സന്ദർഭത്തിൽ അബൂജഹൽ പറയുകയുണ്ടായി, സന്നീറ, പൂർവീകന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾക്കെതിരിൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചതുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയ ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പൂർവീക മതത്തിലേക്ക് മടങ്ങുക. സന്നീറ റളിയല്ലാഹു അൻഹ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അള്ളാഹുവേ, ത്യാഗത്തിന്റെ തീചൂളയിലാണ് നിന്റെ ഏകത്വം ഞാൻ എന്റെ ഹൃദയത്തിൽ കെടാതെ കാത്തു സൂക്ഷിക്കുന്നത്. ഇന്ന് ഇവർ എന്റെ കണ്ണിനെ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നീയല്ലാത്തവരെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഈ ശിക്ഷ അവരിൽ നിന്ന് വന്നത് എന്ന് പറയുകയാണ്. അള്ളാഹു, ഈ ആക്ഷേപത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. എന്റെ കണ്ണിനെ നീ മടക്കി നൽകണമേ. കാഴ്ച ശക്തിയെ മടക്കി നൽകണമേ. ത്യാഗത്തിന്റെ തീജൂളയ്ക്ക് ശേഷം അവര് ചെയ്ത ദുആയെ അല്ലാഹു അങ്ങനെ തന്നെ സ്വീകരിച്ചു. അല്ലാഹുവിടെ കാഴ്ച ശക്തിയെ മടക്കി നൽകി. അവരുടെ കണ്ണിനെ പഴയ അലങ്കാരത്തിലും സൗന്ദര്യത്തിലും മടക്കി. ഇങ്ങനെ ത്യാഗത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്. മരിക്കുന്നത് വരെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. രക്ഷകർത്താക്കള് എല്ലാ നിലയിലും അതിന് സഹായികളായി തീരണം. പൊതുവെ ഇന്ന് മദ്രസത്തുൽ ബനാത്ത് അതിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൗതിക കലാലയങ്ങളുടെ അന്തരീക്ഷം ഒരു നിലയിലും കമനീയമല്ല. ദീൻ സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല.
നമ്മുടെ മക്കൾ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭൗതികമായ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദീനും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അവർ ദീൻ സൂക്ഷിക്കുക. അങ്ങനെയല്ല, മരിക്കുന്നത് വരെയും ദീൻ സൂക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും സ്വന്തമായി ഒരുക്കുകയും അതുപോലെ രക്ഷകർത്താക്കൾ ഒരുക്കുകയും ചെയ്യണം. അതുപോലെ നമ്മൾ ഈ പഠിച്ച കാര്യം നമ്മുടെ വീട്ടിൽ പ്രതിഫലിപ്പിക്കണം, നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിപ്പിക്കണം, നമ്മുടെ നാട്ടിൽ പ്രതിഫലിപ്പിക്കണം, ലോകത്ത് പ്രതിഫലിപ്പിക്കണം. ഇബ്നുൽ ഖയ്യിം എഴുതുന്നുണ്ട്, സഹാബാക്കളിൽ നിന്നുള്ള 22 സ്ത്രീകളെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. അവര് കേവലം ഇൽമല്ല പഠിച്ചത്, നേരെ മറിച്ച് ഓരോ വിഷയത്തിലും ഫത്വ കൊടുക്കാനുള്ള പ്രാപ്തി അവർ നേടിയിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സഹാബാക്കളിൽ നിന്ന് ധാരാളം ഫത്വ കൊടുത്ത ഒരു വനിതയാണ്. അവരെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മൂഖഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ദീനിന്റെ വിഷയത്തിൽ നൽകിയ ഫത്വകൾ അഥവാ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു വലിയ ഗ്രന്ഥം തന്നെ വേണ്ടി വരും. സഹാബാക്കളായ വനിതകള് അവര് ദീൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മിഷ്കാത്ത് ശരീഫ് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം എഴുതപ്പെട്ടത് തന്നെ അല്ലാമ ബഗവി ആ ഗ്രന്ഥം എഴുതാനുള്ള കാരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. പുരുഷന്മാരെ പോലെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ സിഹാഖിൻ്റെത് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് മിഷ്കാത്ത് വരെയെങ്കിലും നിങ്ങൾ പഠിച്ച് ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കും. ഈ നല്ലതുപോലെ പഠിക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പുരുഷന്മാരുടെ മദ്രസകൾ ലോകത്ത് അറിയപ്പെട്ടതുപോലെ തന്നെ സ്ത്രീകളുടെ ധാരാളം മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകളുടെ മദ്രസ സ്ഥാപിക്കപ്പെട്ടത് മഗ്രിബ്, അതായത് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഫാസ് എന്ന് പറയുന്ന വലിയ ഒരു പട്ടണമുണ്ട്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു മദ്രസയാണ് ഖർവീൻ എന്ന് പറയുന്ന മദ്രസ. ആ മദ്രസ നിർമ്മിക്കുന്നത് ഹിജ്റ 245-ലാണ്. ആ മദ്രസ നിർമ്മിക്കുന്നത് ഒരു വലിയ സ്ത്രീയായിരുന്നു. അവരുടെ പേര് ഫാത്തിമത്തു ബിൻത് അബ്ദില്ല ഫഹിരി എന്ന് പറയുന്ന സ്ത്രീ. അവർക്ക് കിട്ടിയ അനന്തര സ്വത്ത് കൊണ്ട് അവര് ഭൂമി വാങ്ങി. ആ ഭൂമിയിൽ മദ്രസ എടുത്തു. അനുഗ്രഹീതമായ റമദാനിലാണ് ആ മദ്രസയുടെ തറക്കല്ലിട്ടത്. അവരാ മദ്രസയുടെ പണി പൂർത്തിയാകുന്നതുവരെയും നോമ്പുകാരിയായി കഴിഞ്ഞുകൂടി. ആ മദ്രസ നിലവിൽ വന്നു. അതിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ ദീനിയായ അറിവ് പഠിക്കുന്ന ഉയർന്ന അവസ്ഥയുണ്ടായി. ഇന്നും ലോകത്ത് ദീനിന്റെ ഇൽമിന്റെ വലിയ വലിയ സമ്മാനങ്ങൾ സംഭാവനകൾ ചെയ്യുന്ന മദ്രസയാണ് ജാമിയ ഖർവീൻ എന്നറിയപ്പെടുന്ന മഗ്രിബിലെ മദ്രസ. ഇത് കണ്ടപ്പോൾ അവരുടെ സഹോദരി ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ് ഫഹ്രി അവരെന്ത് ചെയ്തു? അവര് മറിയം ബിന്ത് അബ്ദില്ല എന്നവര് ആ പ്രദേശത്ത് വലിയ ഒരു ജാമാ മസ്ജിദ് നിർമ്മിച്ചു, ഭൂമി വാങ്ങിയിട്ട്. ആ ജാമാ മസ്ജിദിൽ ആൺകുട്ടികൾ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു, ദീനിന്റെ ഫുനൂനുകൾ പഠിക്കുമായിരുന്നു. അതിനുശേഷം ധാരാളം മദ്രസകൾ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പേരുണ്ട്, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ആരാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി? കുരിശ് പടയോട് ഏറ്റുമുട്ടി ഇസ്ലാമിക സമൂഹത്തിന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ പിടിച്ചു വാങ്ങിക്കൊടുത്ത ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹത്തിന്റെ സഹോദരി ആലിമത്തായിരുന്നു. അവർ ആലിമത്തായിരുന്നു എന്ന് മാത്രമല്ല, ദിമഷ്കിലെ മഖാമെ ജമൽ ഖാസ്വിയൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു മദ്രസ നിർമ്മിക്കുകയുണ്ടായി. ആ മദ്രസയിൽ ധാരാളം പെൺകുട്ടികൾ ഖുർആൻ പഠിക്കുകയും ഹദീസ് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മദ്രസത്തു ഖാത്തൂനിയ എന്ന പേരിൽ ഇന്നും ആ മദ്രസ ദിമഷ്കിൽ നിലനിൽക്കുന്നുണ്ട്. ആ മദ്രസയുടെ ഓരത്താണ് അവർ മരണപ്പെട്ടപ്പോഴേ അവരെ അടക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് ധാരാളം പെൺകുട്ടികൾ പഠിക്കുന്നതിനുള്ള മദ്രസകൾ സംവിധാനിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് അൽഹംദുലില്ലാഹ് അൻവർ ഹാജി അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്കൊരു മദ്രസ എടുക്കണം. യഥാർത്ഥത്തിൽ അദ്ദേഹം ആൺകുട്ടികളെ പഠിപ്പിക്കാൻ ഒരു മദ്രസ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. പല ആലിമീങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് പഠിക്കാൻ ധാരാളം മദ്രസയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു എന്നാൽ പെൺകുട്ടികൾക്ക് ഒരു മദ്രസ എടുക്കാമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയിൽ ആരിൽ നിന്നും ഒരു നയാ പൈസയും വാങ്ങാതെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉപയോഗിക്കേണ്ടുന്ന സമ്പത്തിനെ എടുത്തുകൊണ്ട് ഒരു മനോഹരമായ ബിൽഡിംഗ് നിർമ്മിച്ചു.
ഇത് എത്രയോ വർഷങ്ങളായി 30, 40, 20, 10, 15 ആലിമാത്തുകൾ ഇങ്ങനെ ലോകത്തിന് സമ്മാനങ്ങളായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എത്ര വലിയ അനുഗ്രഹം! അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീൻ പഠിച്ച ഓരോരുത്തരും സ്വന്തമായി അമൽ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദീൻ പകർന്നു കൊടുക്കണം. വലിയ വലിയ മദ്രസയുടെ ബിൽഡിങ്ങുകൾ എടുക്കാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളെ മദ്രസകളാക്കിക്കൊണ്ട് അവിടെ നാട്ടുകാരായ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ദീനിന്റെ പ്രാരംഭ കാര്യങ്ങളെങ്കിലും പഠിപ്പിച്ച് അവരെ അതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കണം. പൊതുവെ ഇന്ന് ഒരു മോഡേൺ യുഗത്തിലെ ഭൗതികതയുടെ അതിപ്രസരത്തിന്റെ പേരിൽ ഒരുപാട് ഭൗതികമായ അറിവ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ തന്നെ ദീനിയായ അറിവിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഞാൻ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഒരു വെക്കേഷൻ സമയത്ത് മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിച്ചു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം നിസ്കാരക്കാരനാണ്, നിസ്കാരം തഴമ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകള് +2 പഠിക്കുകയാണ്, എൻ്റെ മകൻ SSLC ആണ്. രണ്ടുപേർക്ക് അലിഫ് അറിയത്തില്ല, ഫാത്തിഹ അറിയത്തില്ല, മദ്രസ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ധാരാളം പെൺകുട്ടികൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അവരുടെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒഴിവ് സമയങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരും മദ്രസയിൽ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യുക, 10 പേര് 15 പേര് ദീൻ പഠിപ്പിക്കുക. അത് ഇന്നു മുതൽ തന്നെ തുടങ്ങുക. കുറച്ച് ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കാം, വിശ്രമിക്കാമെന്ന് ഒന്നും ആലോചിക്കരുത്. ദീൻ പഠിച്ച ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അത് പഠിക്കൽ. ഖുർആൻ പഠിച്ചവരുടെ ഉത്തരവാദിത്തമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ഭാര്യ സുബൈദ എന്ന് പറയുന്ന വരുന്ന അവർക്ക് 100-ലധികം അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈ 100 അടിമ സ്ത്രീകളും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും മനനം ചെയ്ത ഹാഫിളത്തുകളായിരുന്നു. ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എപ്പോൾ പോയി കഴിഞ്ഞാലും തേനീച്ചകൾ ശബ്ദമുണ്ടാക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ കൊണ്ട് മുഖരിതമായ ഇമ്പമാർന്ന സ്വരമാധുര്യം ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. അന്നുള്ള അടിമ സ്ത്രീകൾ ഖുർആൻ പഠിച്ച് ഖുർആൻ പാരായണം ചെയ്യുമെങ്കിൽ ദീനിയായ ഇസ്ലാമിക ബോധമുള്ള കുടുംബങ്ങളിലുള്ളവർ ഏത് നിലയിലായിരിക്കും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാകുന്നത്? അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ സേവനം ചെയ്തവർ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, ബുഖാരി ശരീഫ് പഠിച്ചവർക്കറിയാം. ബുഖാരി ശരീഫിന്റെ ഏറ്റവും വിഖ്യാതമായ വിശദീകരണ ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ്. മഹാനവർകൾ പറയുകയാണ്, എനിക്കറിയാം, ഞാൻ ജീവിച്ച കാലത്ത് 170 സ്ത്രീകൾ അവര് വലിയ വലിയ മുഹദ്ദിസാത്തുകളായിരുന്നു. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയുകയാണ്, എനിക്കൊരു പെൺകുട്ടിയെ കുറിച്ച് അറിയാം, അവരുടെ പേര് ജുവൈരിയ ബിൻത് അഹ്മദ് എന്നാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയാണ്, എന്റെ ഉസ്താദന്മാർ വരെയും അവരുടെ അടുക്കൽ പോയി മറയുടെ പിന്നിൽ നിന്ന് ഹദീസും ഫിഖ്ഹും പഠിക്കുമായിരുന്നു. കാരണം അവർക്ക് അത്രയും ഹദീസിലും ഫിഖ്ഹിലും ശരീഅത്തിന്റെ നിയമങ്ങളിലും അവഗാഹമുണ്ടായിരുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ത്രീയിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. പേരെന്താണ്? ഫാത്തിമത്തു ബിൻത് അബ്ദുൽ ഹാദി. അബ്ദുൽ ഹാദി എന്ന് പറയുന്ന ആലിമിന്റെ മകളായ ആയിഷയിൽ നിന്ന് ഞാൻ ധാരാളം ഹദീസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്നുണ്ടായിരുന്ന വലിയ വലിയ മുഹദ്ദിസീങ്ങൾ മറയുടെ പിന്നിൽ ഇരുന്നുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ഹദീസും ഖുർആനും ഫിഖ്ഹും പഠിക്കണമെങ്കിൽ അവര് ഖുർആനിലും ഫിഖ്ഹിലും ഹദീസിലും വലിയ അവഗാഹം നേടിയിരുന്നു. അതുകൊണ്ട് പഠനം കഴിഞ്ഞവർക്ക്, അവര് സ്വന്തമായി മുതാലയ്ക്ക് കഴിവുള്ളവർക്ക് ഒഴിവ് സമയങ്ങളിൽ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ധാരാളം അറിവ് നേടുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഹനഫി മദ്ഹബിൽ ഒരു ഗ്രന്ഥമുണ്ട്, ബദായി സനായി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. 10 വാള്യങ്ങളുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥം യഥാർത്ഥത്തിൽ തുഹ്ഫത്തുൽ ഫുഖഹാ എന്ന് പറയുന്ന അലാവുദ്ദീൻ സമർഖന്ദി റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥത്തിന്റെ വിശദീകരണമാണ്. അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ അവരെ ആലിമത്തായിരുന്നു. ഈ ഫാത്തിമയെ കല്യാണം കഴിച്ച അലാവുദ്ദീൻ അബൂബക്കർ ഖസാനി എന്ന് പറയുന്നയാൾ, അദ്ദേഹമാണ് മകളുടെ ഭാര്യയുടെ പിതാവിന്റെ ഗ്രന്ഥത്തിന്റെ വിശദീകരണം എഴുതുന്നത്. ബദായിഉ സനായി എന്ന ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ ഫത്വകൾ എഴുതുമ്പോൾ എവിടെയെങ്കിലും തെറ്റു വരികയാണ് എങ്കിൽ ഈ ഫാത്തിമ തിരുത്തി കൊടുക്കും ഭർത്താവിനോട്. എന്ന് മാത്രമല്ല, ഫത്വകളായി എഴുതപ്പെടുന്ന കാര്യങ്ങളിൽ 3 പേരുടെ സൈൻ ഉണ്ടാകും. ഒന്ന് പിതാവായ അലാവുദ്ദീൻ സമർഖന്ദിയുടെ ഒപ്പുണ്ടാകും. 2
മകളുടെ ഭർത്താവായ അലാവുദ്ദീൻ അബൂബക്കർ കസാനിയുടെ ഒപ്പുണ്ടാകും. മൂന്നാമത് മകൾ ഫാത്തിമാന്റെ ഒപ്പുണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദീനിന്റെ വിഷയത്തിൽ അവഗാഹമുള്ള വനിതയായിരുന്നു അലാവുദ്ദീൻ സമർക്കന്ദിയുടെ മകളായ ഫാത്തിമ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീൻ നല്ലതുപോലെ പഠിക്കുകയും ജനങ്ങൾക്ക് നല്ലതുപോലെ ദീൻ സമർപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ തീർച്ചയായും ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി അമലായി കാത്തു സൂക്ഷിക്കണം. പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ശരീഅത്തും സുന്നത്തും പാലിക്കണം. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും പകർന്നു കൊടുത്ത് അവരെ അജ്ഞതയിൽ നിന്ന് ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ ശരിയായ സൽപന്താവിലേക്ക് ആനയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ കബൂലാക്കുമാറാകട്ടെ. ഈ മദ്രസയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ മദ്രസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഹാജിദ് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചത് കുട്ടികൾ ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദീൻ പഠിക്കണം. കാരണം പൊതുവെ മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ് അവന്റെ ഹൃദയത്തിൽ ഭൗതികത സ്വാധീനിക്കുമെന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ സ്കൂളും കോളേജുമാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ വർഷം പഠനം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥി +2 എല്ലാ വിഷയത്തിലും A+ മാർക്ക് കഴിച്ചു. ആമിന നജീബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. ആ കുട്ടി ബുഖാരി ശരീഫ് ഞാനാണ് പഠിപ്പിച്ചത്. ബുഖാരി ശരീഫിന് 95 മാർക്ക്. വെറുതെ കൊടുക്കുന്നതല്ല, കൃത്യമായി നല്ലതുപോലെ എഴുതിയതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് ഭൗതികമായ എല്ലാ നിലയിലും നല്ല വിദ്യാഭ്യാസം നേടി ദീനം നല്ലതുപോലെ പഠിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷമാണ്, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ മദ്രസയിൽ ഒരുക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് എൻ്റെ മകളും ഈ മദ്രസയിൽ ഈ വർഷം പഠനം പൂർത്തിയാക്കുകയാണ്. ഫിദാ ഫർഹാൻ അല്ലാഹു എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആയിരത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു പഠനം തുടങ്ങി. അൽഹംദുലില്ലാഹ് വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടു കൂടി പഠനം പൂർത്തിയാക്കി. ഇനി ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ ഹിഫ്ദ് കൂടി പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ദുആയിരത്തിൽ സർവശക്തനായ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.